സ്വന്തം വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഒരു വസ്തു തിരികെ. അച്ഛനും അമ്മയും മക്കളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾ, രാത്രി സമയങ്ങളിൽ കുറേ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന വീട്ടുകാർ, സങ്കടവും സന്തോഷവും ഒക്കെ കേൾക്കാനും ചേർത്ത് പിടിക്കാനും പ്രിയപ്പെട്ടവർ എപ്പോഴും കൂടെ ഉണ്ടാകും. ഈ അടുത്ത കാലം വരെയും എന്തു മനോഹരമായിരുന്നു നമ്മുടെ പല വീടുകളിലെയും സാഹചര്യം. എന്നാൽ കുടുംബങ്ങളിൽ ലഹരി ഒരു വില്ലനായി മാറിയതോടെ അകത്തളങ്ങൾ ചോരക്കളങ്ങളായി. മക്കളെ ഓർത്ത് കണ്ണീർ പൊടിക്കുന്ന അമ്മമാർ തീരാവേദനയായി. ചുറ്റുപാടും നോക്കിയാൽ ഇങ്ങനെ എത്ര വീടുകൾ. ജന്മം നൽകിയ സ്വന്തം മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ ലഹരിക്കടിമകളായ യുവാക്കൾ, മദ്യലഹരിയിൽ വീട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന പുരുഷന്മാർ, ആണുങ്ങളെപ്പോലെ മദ്യവും ലഹരിയും ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ. കേരളത്തിൽ ഇപ്പോഴത്തെ പോക്ക് അപകടത്തിലേക്കാണ്. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഒറ്റക്കെട്ടായി നമുക്ക് പറയാൻ കഴിയണം, സേ നോ ടു ഡ്രഗ്. പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാനിൽ കുടുങ്ങിയ മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ചുള്ള വാർത്തകളിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. പല വീടുകളിലും കണ്ണീർ മാത്രം സമ്മാനിച്ച മദ്യവും മയക്കുമരുന്നും എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ പൊതുശത്രുവാണ്. ജീവിതത്തിലെ സർവ്വ സന്തോഷങ്ങളും തല്ലിക്കെടുത്താൻ ശക്തിയുള്ള മഹാവിപത്ത്. ആദ്യം ചെറിയ ലഹരിയിൽ നിന്ന് തുടങ്ങിയാണ് പല യുവാക്കളും മയക്കുമരുന്നിന് അടിമകളാകുന്നത്. പിന്നെ കഞ്ചാവോ സിന്തറ്റിക് ഡ്രഗുകളോ ഉപയോഗിച്ചാലും ലഹരി തലയ്ക്ക് പിടിക്കില്ല. അങ്ങനെ ക്യാൻസർ ബാധിതർക്ക് നൽകുന്ന വേദന സംഹാരി ഗുളികകൾ കുത്തിവെക്കുന്ന യുവാക്കളുണ്ട്. ഇത് കേൾക്കുമ്പോൾ ചില മാതാപിതാക്കളുടെ ഉള്ളിൽ തീ ആളിക്കത്തുന്നുണ്ടാകും. ഇടുക്കി നെടുങ്കണ്ടത്ത് ലഹരിക്കായി വേദന സംഹാരികൾ ഉപയോഗിച്ച യുവാക്കളെ പോലീസ് പൊക്കിയപ്പോഴാണ് ഇതിൻ്റെ അപകടം മനസ്സിലായത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് 3 യുവാക്കൾ പിടിയിലായത്. നെടുങ്കണ്ടം പുതുകിൽ പ്രാഞ്ചി എന്ന ഫ്രാൻസിസ്, ചിറക്കുന്നേൽ അൻസിൽ, മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ രാത്രിയിൽ നെടുങ്കണ്ടം ഉമ്മാക്കട ഭാഗത്ത് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഫ്രാൻസിസും അൻസലും നിൽക്കുന്നത് കണ്ടതിനെ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു. ഇവരുടെ പക്കലുണ്ടായിരുന്ന കവറിൽ നിന്നും ടാബ്ലറ്റുകളും സിറിഞ്ചുകളും അടങ്ങിയ പാക്കറ്റുകളും കപ്പളത്തിന്റെ തണ്ട് കടിപ്പിച്ച കുപ്പികളും കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തറിഞ്ഞത്. കീമോതെറാപ്പിക്ക് ശേഷം ക്യാൻസർ ബാധിതർക്ക് നൽകാറുള്ള വേദന സംഹാരി ഗുളികകൾ വിവിധ രീതിയിൽ ലയിപ്പിച്ച ശേഷം ശരീരത്തിലേക്ക് കുത്തിവെച്ച ലഹരി കണ്ടെത്തുകയായിരുന്നു യുവാക്കൾ. ഇതിനായി വേദന കുറഞ്ഞ ഇൻസുലിൻ ഇഞ്ചക്ഷൻ സിറിഞ്ചുകളാണ് ഉപയോഗിച്ചിരുന്നത്. കവറിൽ നിന്നും കണ്ടെടുത്ത സിഗരറ്റ്, ബീഡി എന്നിവയിൽ കഞ്ചാവ് നിറച്ചിട്ടുള്ളതായും കണ്ടെത്തി. പ്ലാസ്റ്റിക് കുപ്പിയിൽ കപ്പളത്തിന്റെ തണ്ട് ഘടിപ്പിച്ച കഞ്ചാവ് കത്തിച്ച് വലിക്കുന്നതായും യുവാക്കൾ പറഞ്ഞു. വേദന സംഹാരി കുത്തിവെച്ച ശേഷം ഇങ്ങനെ കഞ്ചാവ് വലിച്ചാൽ 2 ദിവസത്തോളം ലഹരി നിൽക്കും. കട്ടപ്പനയിലെ ക്യാപ്സ്യൂൾ എന്ന മെഡിക്കൽ സ്റ്റോറിൽ നിന്നുമാണ് ടാപ്പൻഡഡോൾ ടാബ്ലറ്റ് 100 mg എന്ന ഗുളിക ഇവർ വാങ്ങിയത്. ദിവാകർ എന്നയാളാണ് 22,000 രൂപ നൽകി ഈ ഗുളിക വാങ്ങുവാൻ ഇവരെ പറഞ്ഞയച്ചതെന്നും പോലീസിനോട് സമ്മതിച്ചു. ദിവാകരനായുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. സമീപ മേഖലയിൽ നിന്നുമാണ് കഞ്ചാവ് കൈവശം വെച്ച് ഉപയോഗിച്ചതിന് മഞ്ഞപ്പാറ മന്നിക്കൽ ജസ്മിനെ പിടികൂടിയത്. ഇയാൾക്കും വേദന സംഹാരി പിടികൂടിയ സംഭവവുമായി ബന്ധമുണ്ടെന്നാണ് നിഗമനം. കൂടുതൽ യുവാക്കൾ ഇത്തരം ലഹരി ഉപയോഗം നടത്തുന്നതായാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. മദ്യവും മയക്കുമരുന്നും വ്യക്തികളെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും അടിമുടി തകർത്തെറിയുകയാണ്. കൗമാരക്കാരും യുവാക്കളും അടക്കമുള്ളവർ ലഹരിക്കടിമപ്പെടുമ്പോൾ വീടുകൾ കണ്ണീർ കടലാകുന്ന കാഴ്ച. മക്കളെ ഓർത്ത് തീ തിന്നുന്ന മാതാപിതാക്കൾ. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പോലീസും എക്സൈസും സംസ്ഥാന വ്യാപകമായി റെയ്ഡിനിറങ്ങിയപ്പോൾ വൻ ലഹരി മാഫിയയ്ക്കാണ് പൂട്ടുവീണത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ MDMA വേട്ട നടന്നപ്പോൾ തൃശ്ശൂരിൽ അനധികൃത മദ്യവിൽപ്പനയാണ് പിടികൂടിയത്.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ രാത്രിയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് 780 ഗ്രാം MDMA ആണ് പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ASP കാർത്തിക് ബാലകുമാർ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കേസിൽ കൊണ്ടോട്ടി അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 25 ലക്ഷത്തോളം രൂപ വില വരുന്ന MDMA പിടിച്ചെടുത്തു. ഇതിനിടെ തൃശൂരിൽ അനധികൃതമായി മദ്യവിൽപ്പന നടക്കുന്നത് അറിഞ്ഞായിരുന്നു എക്സൈസ് പരിശോധന. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ മദ്യവും പണവും പിടിച്ചു. ഏളനാട് സ്വദേശി ബിനീഷിന്റെ വീട് കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ്. ചാലക്കുടിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ നിയമവിരുദ്ധമായി മദ്യവിൽപ്പന നടത്തിയ ആൾക്ക് പിടിവീണു. ചാലക്കുടി സ്വദേശി നന്ദകുമാറാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ തൂഫാനും തണ്ടറും ലഹരി വിൽപ്പനക്കാർക്ക് ഇതിനകം പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് 18 തൃശൂർ, മലപ്പുറം. മദ്യത്തിന്റെയും ലഹരിയുടെയും അപകടത്തെക്കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അമിത മദ്യപാനം ഒരാളുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർക്കുന്നതെന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കൊല്ലം താന്നിക്കമുക്കിലെ സുരേഷ് എന്ന ചെറുപ്പക്കാരൻ കടുത്ത മദ്യപാനിയായിരുന്നു. മൂക്കറ്റം കള്ളുകുടിച്ച അയാൾ നാട്ടുകാർക്ക് നേരെ പരാക്രമം കാണിക്കും. ഈ പകൽ താന്നിക്കയിൽ നിന്ന് കേട്ടത് സുരേഷിന്റെ മരണവാർത്തയാണ്. ആളൊഴിഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് യുവാവിനെ മരിച്ചതിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. തലയിൽ രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ കാവനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലം താനിക്ക സ്വദേശി സുരേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചതെന്നാണ് കരുതുന്നത്. തലയിൽ കട്ട കൊണ്ടിടിച്ചതാണോ മരണകാരണമെന്ന് പോലീസ് സംശയിക്കുന്നു. എന്നാൽ സുരേഷ് തലയിടിച്ച് വീണതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തികഞ്ഞ മദ്യപാനിയായിരുന്ന സുരേഷ് മദ്യപിച്ചതിനു ശേഷം നാട്ടുകാരുമായി വഴക്കിടുന്നത് പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു. എന്താണ് മരണകാരണമെന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങളും സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ജനപ്രതിനിധികളെയും രാഷ്ട്രീയക്കാരെയും സമീപിക്കുന്ന ആളുകളുണ്ട്. സർക്കാർ ഇടപെടൽ ആവശ്യമുള്ള കാര്യമാണെങ്കിൽ അവർ സഹായിക്കും. എന്നാൽ രാഷ്ട്രീയ നേതാവ് വിചാരിച്ചാലും ചെയ്യാൻ കഴിയാത്ത പ്രശ്നമാണെങ്കിലോ? എറണാകുളം MP ഹൈബി ഈഡന്റെ മുന്നിൽ ഇങ്ങനൊരു നിവേദനം കിട്ടി. പരാതിയുമായി സമീപിച്ചത് പഴയ സഹപാഠിയാണ്. വീടിൻ്റെ ജപ്തി വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു ആവശ്യം. ഹൈബി ബാങ്ക് അധികൃതരെയൊക്കെ വിളിച്ചിട്ടും നടപടി ഉണ്ടായില്ല. ഇതോടെ പഴയ കൂട്ടുകാരന് MP മനസ്സിൽ വലിയ വിരോധമായി. കഴിഞ്ഞ ദിവസം രാത്രി ഹൈബീഡന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയ കേസിലാണ് ഈ പ്രതികാരത്തിന്റെ കഥ പുറത്തു വന്നത്. കേസിൽ തൃപ്പൂണിത്തുറ സ്വദേശി അലക്സ് ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈബി ഈഡന്റെ കലൂർ ജോർജ് ഈഡൻ റോഡിലെ അമ്പാട്ട് വീട്ടുവളപ്പിൽ അതിക്രമിച്ചു കയറിയ പ്രതി സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ സ്വദേശി അലക്സ് ചാക്കോയാണ് അറസ്റ്റിലായത്. താൻ MP വസതിയിൽ അതിക്രമം നടത്തിയെന്നും കാർ കത്തിക്കാൻ പോവുകയാണെന്നും പ്രതി അക്രമശേഷം പോലീസ് കൺട്രോൾ റൂമിൽ വിവരമറിയിച്ചിരുന്നു. എന്നാൽ രാവിലെ MP ഭാര്യ അന്ന കൺട്രോൾ റൂമിൽ വിളിച്ചു പരാതി അറിയിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്ന ആരോപണവുമുണ്ട്. രാത്രി 12:45 പ്രതി MP ഭാര്യയുടെയും വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഫോണിൽ വിളിച്ചും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പുലർച്ചെ 3 മണിയോടെ എന്തോ എറിഞ്ഞു പൊട്ടുന്ന ശബ്ദം കേട്ട ഹൈബിയും ഭാര്യയും ഉണർന്നു നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. വീടിന് പുറത്തിറങ്ങി പരിശോധന നടത്തിയില്ല.
ടോർച്ച് തെളിച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാർ വേഗത്തിൽ റിവേഴ്സ് എടുത്ത് പോകുന്നതാണ് കണ്ടിരുന്നതെന്ന് ഹൈബി പറഞ്ഞു. രാവിലെ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് വീടിന്റെ മുന്നിലുള്ള 30ഓളം സെറാമിക് ചെടിച്ചട്ടികൾ സിറ്റൌട്ടിലും സമീപത്തുമായി അടിച്ചു തകർത്ത നിലയിൽ കണ്ടത്. പൊട്ടിക്കിടക്കുന്ന ചെടിച്ചട്ടികൾക്ക് നടുവിൽ നിന്നും മുന്നിലെ CCTV ക്യാമറയിൽ മുഖം പതിയുന്ന വിധത്തിൽ സെൽഫി വീഡിയോ എടുത്ത പ്രതി ഈ ദൃശ്യങ്ങളും അക്രമവിവരം പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു. MP-യുടെ വീട് താൻ തല്ലിത്തകർത്തതായും MP-യുടെ കാർ ഉടൻ കത്തിക്കുമെന്നുമുള്ള ഭീഷണിയാണ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചത്. MP-യുടെ പ്രീ ഡിഗ്രി കാലത്തെ സഹപാഠിയാണ് അലക്സ്. വീടിന്റെ ജപ്തി നടപടികൾ MP ഇടപെട്ട് തടയണമെന്ന ആവശ്യം പ്രതി ഉന്നയിച്ചിരുന്നു. എന്നാൽ ബാങ്ക് നടപടികളിൽ ഇടപെടാനുള്ള പരിമിതികൾ MP ചൂണ്ടിക്കാട്ടി. ഇതിൽ പ്രകോപിതനായാണ് അതിക്രമം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. തന്നെ പ്രതി അസമയത്ത് വിളിച്ച് പലപ്പോഴും വർഗീയ ചുവയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശല്യം ചെയ്തത് പതിവായിരുന്നുവെന്നും ഹൈബി പറയുന്നു. ന്യൂസ് 18 കൊച്ചി. നടി അൻസിബയും മറ്റ് ചലച്ചിത്ര താരങ്ങളും തമ്മിലുള്ള പ്രശ്നം പോലീസിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഒന്ന് തീരുന്നതിന് മുൻപേ മറ്റൊന്നെന്ന രീതിയിലാണ് പരാതികൾ. അപകീർത്തികരമായ പരാമർശത്തിന്റെ അൻസിബ വീണ്ടും പോലീസിൽ പരാതി നൽകി. യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വ്യാജ ആരോപണം ഉന്നയിച്ചത് ചൂണ്ടിക്കാട്ടി ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെയാണ് പരാതി. ഒരു PR ഏജൻസിയെ കൂട്ടുപിടിച്ച് തനിക്കെതിരെ അപകീർത്തികരമായ പ്രചാരണങ്ങൾ നടത്തുന്നുവെന്നാണ് ആരോപണം. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജവും അശ്ലീലം നിറഞ്ഞതുമായ വീഡിയോ പ്രചരിപ്പിച്ച സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാരോപിച്ചാണ് അൻസിബ ഹസൻ പോലീസിൽ പരാതി നൽകിയത്. ലക്ഷ്മിപ്രിയ, ക്യാൻ ചാനൽ മീഡിയ ഉടമ സുകുമാരൻ, നടി ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെ പാലാരിവട്ടം പോലീസിനാണ് പരാതി നൽകിയത്. തനിക്കെതിരെ അത്യന്തം അപകീർത്തികരവും അസത്യവുമായ കാര്യങ്ങൾ പറഞ്ഞ് പൊതുസമൂഹ മധ്യത്തിൽ മോശക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത്. ലക്ഷ്മിപ്രിയ, അതിനൊത്താശ ചെയ്ത ചാനലുടമ, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അൻസിബയുടെ ആവശ്യം. താരസംഘടനയായ അമ്മയിൽ നിന്നും രാജിവെച്ച് പോയതിനു ശേഷം ശ്വേതാ മേനോൻ തിരുവനന്തപുരത്തുള്ള ഒരു സോഷ്യൽ മീഡിയ PR ഏജൻസിയുമായി ചേർന്ന് ഇത്തരം വ്യാജകാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി നിയമവിരുദ്ധമായ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് അൻസിബ പരാതിയിൽ പറയുന്നത്. ന്യൂസ് 18 കൊച്ചി. മാസപ്പടി കേസിൽ EDയുടെ അന്വേഷണം മുൻ സർക്കാരിലേക്ക് നീങ്ങുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് CMRL നൽകിയ വഴിവിട്ട സഹായങ്ങളാണ് പരിശോധിക്കുന്നത്. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണമെന്ത് എന്നതിലാണ് പ്രധാന അന്വേഷണം. CMRL ഉന്നതരുടെയും വീണയുടെയും മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. ഇതോടെ വീണയെ 3ാം തവണയും ചോദ്യം ചെയ്യാനാണ് നീക്കം. കേസിൽ 2 തവണയായി 19 മണിക്കൂറോളമാണ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. LDF സർക്കാരിന്റെ കാലത്ത് CMRL നൽകിയ വഴിവിട്ട സഹായങ്ങളാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകൾ പരിശോധിക്കും. കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വീണയുടെ മൊഴിയിൽ അവ്യക്തത തുടരുകയാണ്. കരാർ ലഭിച്ചതിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് വീണ വ്യക്തമാക്കിയതെങ്കിലും ഈ മൊഴി ED വിശ്വാസത്തിലെടുത്തിട്ടില്ല. വീണയുടെ 3ാം ഘട്ട ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. വ്യാഴാഴ്ച 10 മണിക്കൂറാണ് വീണയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത്. SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ലഭ്യമായതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിനായി വീണയെ രണ്ടാമതും കൊച്ചിയിലേക്ക് വിളിപ്പിച്ചത്. കരിമണൽ കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല, മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ഈ കമ്പനിയുമായി ബന്ധമുണ്ടോ എന്നതടക്കം ചോദ്യം ചെയ്യലിൽ വീണയോട് ED വ്യക്തത തേടിയെന്നാണ് വിവരം. എക്സാലോജിക് കമ്പനി CMRL നൽകിയ സേവനം, CMRL നിന്ന് ലഭിച്ച പണം എന്തു ചെയ്തു തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ആദ്യ ചോദ്യം ചെയ്യലിൽ വീണ ഉത്തരം നൽകിയത്. സേവനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ചോദിച്ചെങ്കിലും വീണയ്ക്ക് ഹാജരാക്കാനായിരുന്നില്ല. ഇതിനുശേഷം വീണയുടെ HDFC ബാങ്കിലെ ലോക്കറടക്കം ED തുറന്നു പരിശോധിച്ചിരുന്നു. കേസിൽ CMRL അധികൃതരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്.
CMRL ഉന്നതരുടെയും വീണയുടെയും മൊഴികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് ഇഡിയുടെ വിലയിരുത്തൽ. കേസിൽ 2 തവണയായി 19 മണിക്കൂറാണ് വീണയെ ഇഡി ചോദ്യം ചെയ്തത്. എന്നാൽ CMRൽ നിന്ന് ലഭിച്ച 2,78,00,000 രൂപയുടെ വിനിയോഗത്തിലടക്കം വ്യക്തത വന്നിട്ടില്ല. വീണയുടെ സ്വത്തുക്കളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇഡി ശേഖരിച്ചിട്ടുണ്ട്. കാര്യമായ പ്രവൃത്തി പരിചയം ഇല്ലാഞ്ഞിട്ടും CMRL കമ്പനിയുടെ കരാർ വീണയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്നതിലാണ് പ്രധാനമായും അന്വേഷണം. ന്യൂസ് 18 കൊച്ചി. ഒരു വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസിന്റെ കണ്ണു വെട്ടിച്ച് സ്വർണമോ മയക്കുമരുന്നോ കടത്താൻ കഴിയുമോ? എക്സ്റേ മെഷീനുകൾ, ബോഡി സ്കാനറുകൾ, ഡോഗ് സ്ക്വാഡുകൾ, ഇന്റലിജൻസ് നിരീക്ഷണം എന്നിവയുൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ എയർപോർട്ടുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ മറികടന്ന് സ്വർണവുമായി കള്ളക്കടത്തുകാർ പുറത്തു വരുന്നുണ്ടെങ്കിലോ? അവിടെയാണ് പോലീസിന് ചില സംശയങ്ങൾ. കരിപ്പൂരിൽ സ്വർണം പിടികൂടിയ സംഭവത്തിൽ കസ്റ്റംസിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രതിയുടെ മൊഴി. കസ്റ്റംസിന്റെ ഒത്താശയോടെയാണ് സ്വർണം കടത്തിയതെന്നാണ് പിടിയിലായ പ്രതി പോലീസിന് നൽകിയ മൊഴി. കസ്റ്റംസിന്റെ പരിശോധന കഴിഞ്ഞെത്തിയ സ്വർണം എയർപോർട്ടിന്റെ പുറത്തുവെച്ച് പോലീസാണ് പിടികൂടിയത്. മലപ്പുറം കുഴിമണ്ണ സ്വദേശി അസ്ലമാണ് 1.5 കോടി രൂപയിൽ അധികം വിലമതിക്കുന്ന 1166 ഗ്രാം സ്വർണവുമായി കരിപ്പൂരിൽ പിടിയിലായത്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി റിയാസ് എന്നയാളാണ് അസ്ലമിന്റെ പക്കൽ സ്വർണം കൊടുത്തുവിട്ടത്. എന്നാൽ വിമാനത്താവളത്തിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സ്വർണം കൊടുത്തുവിട്ട റിയാസ് പറഞ്ഞിരുന്നതായി അസ്ലം പോലീസിന് മൊഴി നൽകി. കസ്റ്റംസിന്റെ പിടിവീടില്ലെന്നും ഉറപ്പു നൽകി. പറഞ്ഞതുപോലെ സംഭവിച്ചു. കസ്റ്റംസിന്റെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി അസ്ലം സ്വർണം പുറത്തെത്തിച്ചു. എന്നാൽ എയർപോർട്ടിന് പുറത്തുവച്ച് മലപ്പുറം SP-യുടെ പ്രത്യേക സ്ക്വാഡ് സ്വർണം പിടികൂടുകയായിരുന്നു. എമർജൻസി ലാമ്പിനകത്ത് സ്വർണം പ്ലേറ്റുകളായി ഒളിപ്പിച്ചാണ് അസ്ലം കടത്തിയത്. സാധാരണ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉൾപ്പെടുന്ന ലഗേജുകൾ വിമാനത്താവളത്തിൽ പ്രത്യേകം മാർക്ക് ചെയ്യുകയും ഒന്നിലധികം തവണ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. എന്നാൽ ഈ പരിശോധനകൾ ഒന്നും അസ്ലമിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസിനുള്ള ബന്ധത്തെ സാധൂകരിക്കുന്നതാണ് ഈ നീക്കങ്ങളെന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഈ കാരണങ്ങളടക്കം സൂചിപ്പിച്ച് റിപ്പോർട്ട് സഹിതമാണ് പോലീസ് കേസ് പ്രിവന്റീവ് കസ്റ്റംസിന് കൈമാറിയത്. ന്യൂസ് 18 മലപ്പുറം. ആരാധനാലയങ്ങളിലെ പണവും സ്വർണവും ഒക്കെ പൊതുസ്വത്തായി കാണുന്നവരുണ്ട്. ദൈവത്തിന് എന്തിനാലേ ഈ പണവുമൊക്കെ എന്ന് ചിന്തിക്കുന്ന കള്ളന്മാർ. ചില മോഷ്ടാക്കളുടെ ഇഷ്ടകേന്ദ്രങ്ങൾ പള്ളികളും ക്ഷേത്രങ്ങളുമൊക്കെയാണ്. മലപ്പുറം വലിയകുന്നിലെ ക്ഷേത്രത്തിൽ കയറിയ കള്ളൻ വിളക്കുകളും വഴിപാടായി ലഭിച്ച സ്വർണ്ണത്താലിയും അടക്കമാണ് മോഷ്ടിച്ചത്. ശ്രീകോവിലിന്റെ പൂട്ട് തകർത്തായിരുന്നു മോഷണം. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വളാഞ്ചേരി വലിയകുന്നിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ത്രിപുരാനന്ദക ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ക്ഷേത്രത്തിലെ വിളക്കുകളും വഴിപാടായി ലഭിച്ച സ്വർണ്ണത്താലിയും അടക്കം മോഷ്ടിക്കപ്പെട്ടു. പുലർച്ചെ ക്ഷേത്രം തന്ത്രി ക്ഷേത്രം തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലായത്. ഉടൻ തന്നെ ക്ഷേത്രം ഭാരവാഹികളെ വിവരമറിയിച്ചു. ഭാരവാഹികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വളാഞ്ചേരി SI സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വലിയകുന്ന് പ്രദേശത്തുൾപ്പെടെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. തുള്ളൽ മഹോത്സവം ഉൾപ്പെടെയുള്ള പ്രധാന ചടങ്ങുകളും പൂജകളും നടക്കുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വലിയകുന്നിലെ ത്രിപുരാനന്ദക ക്ഷേത്രം. ന്യൂസ് 18 തിരൂർ. തെരുവ് ഗുണ്ടകൾ അങ്ങാടിയിൽ ഏറ്റുമുട്ടുന്നതിനേക്കാൾ ദയനീയമായ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടത്. LDF BJP കൗൺസിലർമാർ തമ്മിലുള്ള സംഘർഷത്തിൽ
രണ്ട് കൂട്ടർക്കും കാര്യമായ പരിക്കുകൾ പറ്റിയിരുന്നു. സംഭവത്തിന് പിന്നാലെ പരാതിയും കേസുമായതോടെ നേതാക്കളിൽ പലരും പ്രതിപ്പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. ഇരുവിഭാഗത്തിൻ്റെയും പരാതിയിൽ മേയറെയും മുൻ മന്ത്രിമാരെയും അടക്കം പ്രതി ചേർത്ത് 4 എഫ്ഐആറുകളാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത്. LDF കൗൺസിലറുടെ പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയും BJP കൗൺസിലറുടെ പരാതിയിൽ SP ദീപക് അടക്കം 5 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കാപ്പ കേസ് പ്രതിയും വാഴാട്ടുകോണം നഗരസഭാ കൗൺസിലറുമായ R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിൽ LDF നടത്തുന്ന റിലേ സത്യാഗ്രഹമാണ് കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് വഴിമാറിയത്. ഓഫീസിലേക്ക് പ്രവേശിക്കാനുള്ള മേയറുടെ ശ്രമം കവാടം ഉപരോധിച്ച LDF കൗൺസിലർമാർ തടഞ്ഞതോടെയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള കയ്യേറ്റം തുടങ്ങിയത്. സംഘർഷത്തിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ, BJP കൗൺസിലർമാർ, ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസർ, 2 LDF കൗൺസിലർമാർ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. തുടർന്ന് ഇരുവിഭാഗങ്ങളും നൽകിയിട്ടുള്ള പരാതിയിലാണ് 4 കേസുകൾ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്തത്. BJPയുടെ പരാതിയിൽ LDFന്റെ 18 കൗൺസിലർമാരെ പ്രതിചേർത്തായാണ് കേസ്. BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിൽ SP ദീപക്, മുൻ മേയർ ശ്രീകുമാർ, വഞ്ചൂർ ബാബു അടക്കം 5 പേർക്കെതിരെ കേസെടുത്തു. LDF കൗൺസിലർ SP ദീപക് BJP കൗൺസിലറെ ചവിട്ടിയെന്നും FIRൽ പറയുന്നു. പ്രതിഷേധമറിഞ്ഞെത്തിയ മുൻ മന്ത്രിമാരായ V. ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമടക്കം കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെയും കേസുണ്ട്. LDF കൗൺസിലർ സിന്ധു ശശിയുടെ പരാതിയിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെതിരെയും മ്യൂസിയം പോലീസ് കേസെടുത്തു. ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. അതേസമയം പുനഃസത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ജാമ്യം ആവശ്യപ്പെട്ട് സുഗതൻ കോടതിയെ സമീപിച്ചു. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സുഗതൻ അയോഗ്യനാകും. ന്യൂസ് 18 തിരുവനന്തപുരം. കുട്ടിക്കാലത്ത് മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന അമ്മമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ ഈ അമ്മമാർക്ക് പ്രായമായി കഴിഞ്ഞാലോ അവരെ നോക്കാനോ പരിചരിക്കാനോ സ്വന്തം മക്കൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം ഇടവ സ്വദേശിനിയായ ഹബീറത്ത് BV എന്ന വയോധികയുടെ കഥ കരളലിയിപ്പിക്കുന്നതാണ്. ഒരു മകനും മകളുമുണ്ട്, എന്നാൽ പ്രായമായതോടെ നോക്കാൻ ആരുമില്ല. ഓർമ്മക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം കഴിഞ്ഞ ദിവസം ഈ അമ്മയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷണയിൽ കണ്ടെത്തിയതോടെയാണ് വയോധികയുടെ ദുരിത ജീവിതം പുറംലോകമറിഞ്ഞത്. വർക്കല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉടുതുണി പോലും ഇല്ലാതെ ഒരു വയോധികയായ സ്ത്രീയെ നാട്ടുകാരാണ് ആദ്യം കണ്ടെത്തിയത്. ഒരു പുതപ്പ് മാത്രമായിരുന്നു വേഷം. താൻ ജനറൽ ആശുപത്രിയിലായിരുന്നുവെന്നും ഓട്ടോയിൽ ആരോ ബസ് സ്റ്റാൻഡിൽ ഇറക്കിയ ശേഷം മടങ്ങിയെന്നും അമ്മ പറയുന്നു. ഇടവ വെറ്റക്കട സ്വദേശിനിയാണെന്നും പേര് ഹബീറത്ത് BV എന്ന് പറയുകയും ചെയ്തതോടെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഇടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ബന്ധപ്പെട്ടു. ഒരു മകനും മകളുമുള്ള ഈ അമ്മ കുറച്ചു നാളുകളായി കടത്തിണ്ണകളിലാണ് അന്തിയുറങ്ങുന്നത്. കാലിൽ മുറിവ് സംഭവിക്കുകയും തുടർന്ന് പാലിയേറ്റീവ് കെയറിലും വർക്കല താലൂക്ക് ആശുപത്രിയിലും എത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. പിന്നീട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അവിടെ നിന്ന് എങ്ങനെയാണ് വർക്കല ബസ് സ്റ്റാൻഡിൽ എത്തിയതെന്ന് അന്വേഷിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് റീതു മോഹൻ പറഞ്ഞു. കാലൊക്കെ വളരെയധികം മോശമായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇന്ന് ഞങ്ങൾ കൊണ്ടെത്തിച്ചപ്പോഴത്തേക്ക് ഇന്നിങ്ങനെ ഒരു അനാസ്ഥ നമുക്ക് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കാര്യം എന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നമുക്ക് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നമുക്കിങ്ങനെ കണ്ടതിൽ വളരെയധികം വിഷമമുണ്ട്. അപ്പൊ നമുക്കത് എന്തെങ്കിലും ചെയ്തൊന്ന് ഒരു ഓട്ടോയിൽ ആരോ എത്തിച്ചതെന്നാണ് അമ്മ പറയുന്നത്. എന്നാൽ ഓർമ്മക്കുറവുള്ളതിനാൽ കാര്യങ്ങൾ വ്യക്തമല്ല. 2600 രൂപയോളം അമ്മയുടെ കൈവശമുണ്ട്. വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ഒരു സന്നദ്ധ സംഘടന അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഇനി മലപ്പുറം കുറ്റിപ്പുറത്തെ ഒരു പോത്തുകള്ളന്റെ കഥയിലേക്കാണ്. പകൽ സമയം കർഷകർ മേയാൻ വിടുന്ന പോത്തുകളെ നോക്കി വെച്ച്
രാത്രി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്നതാണ് ഇയാളുടെ രീതി. കുറ്റിപ്പുറത്ത് ലക്ഷങ്ങൾ വിലയുള്ള പോത്തുകളെ മോഷ്ടിച്ച് കടത്തിയ കേസിൽ യുവാവിന് പിടിവീണു. കുന്നംകുളം സ്വദേശി രഹനാസാണ് അറസ്റ്റിലായത്. 8 മാസത്തിനിടെ 4 ലക്ഷം രൂപ വില വരുന്ന 5 പോത്തുകളെയാണ് രഹനാസ് മോഷ്ടിച്ച് മറിച്ച് വിൽപ്പന നടത്തിയത്. കുറ്റിപ്പുറത്തെ കന്നുകാലി കർഷകരെ കഴിഞ്ഞ 8 മാസത്തോളമായി വലച്ചുകൊണ്ടിരുന്ന ആശങ്കയ്ക്ക് ഒടുവിൽ വിരാമമായിരിക്കുന്നു. മേയാൻ വിടുന്ന പോത്തുകളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന വിരുദ്ധനെ ഒടുവിൽ പോലീസ് പിടികൂടി. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. കുന്നംകുളം ചിറമൻകാട് സ്വദേശി കണ്ടത്ത് വളപ്പിൽ രഹനാസിനെയാണ് കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 8 മാസത്തിനിടെ ഏകദേശം 4 ലക്ഷം രൂപ വില വരുന്ന 5 പോത്തുകളെയാണ് രഹനാസ് മോഷ്ടിച്ച് വിൽപ്പന നടത്തിയത്. ഒരാഴ്ച മുൻപ് കഴുത്തല്ലൂർ സ്വദേശി തലകുറ്റിപ്പറമ്പിൽ നബീലിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് 1,10,000 രൂപ വില വരുന്ന പോത്തിനെ മോഷ്ടിച്ച സംഭവത്തോടെയാണ് വിഷയത്തിൽ അന്വേഷണം ഊർജിതമാക്കിയത്. 8 മാസം മുമ്പ് 1.5 ലക്ഷം രൂപ വില വരുന്ന നബീലിന്റെ തന്നെ 2 പോത്തുകൾ മോഷണം പോയിരുന്നു. ചെമ്പിക്കൽ സ്വദേശി കുന്നത്ത് ഷെരീഫ്, കഴുത്തല്ലൂർ പാടത്ത് നിന്ന് പതിയാംപറമ്പിൽ നാസർ എന്നിവരുടെയും പോത്തുകൾ മോഷണം പോയിരുന്നു. പരാതികൾ വ്യാപകമായതോടെ കുറ്റിപ്പുറം സ്റ്റേഷനിലെ CPO ഡെന്നിസ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്കെത്തിയത്. നാട്ടുകാരിൽ നിന്ന് പോത്തിനെ കൊണ്ടുപോയ വാഹന ഡ്രൈവറെ കുറിച്ചുള്ള വിവരം ലഭിച്ചു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ വാഹനം വാടകയ്ക്കെടുത്തതാണെന്ന് മനസ്സിലായി. തുടർന്ന് പണം നൽകിയ ഗൂഗിൾ പേ ട്രാൻസാക്ഷനുകളും മറ്റും പരിശോധിച്ചാണ് ഡിജിറ്റലായി പ്രതിയിലേക്കെത്തിയത്. പകൽ സമയങ്ങളിൽ മേയാൻ വിടുന്ന പോത്തുകളെ നിരീക്ഷിച്ചു വെച്ച് മറ്റൊരിടത്തേക്ക് മാറ്റിക്കെട്ടുകയും രാത്രിയിലെത്തി വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. SI അയ്യപ്പൻ, ജോസ് പ്രകാശ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അറസ്റ്റിലായ പ്രതിയെ തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. എല്ലാം ശരിയാകൂന്നേ, ഈ ആശ്വാസവാക്ക് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണല്ലേ. ജീവിതത്തിലൊന്ന് ഡൗൺ ആയി പോയാൽ, ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കാൻ പറ്റിയെങ്കിലെന്ന് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഉള്ളിലെ വിങ്ങലൊന്ന് മാറ്റാൻ സുഹൃത്തുക്കളോടോ ഉറ്റവരോടോ വിഷമം പങ്കുവച്ചാലോ? അപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കുകളാണ് പേടിക്കണ്ടെന്ന്, എല്ലാം ശരിയാകും. ചിലർ പറയും, ചെറിയ പ്രശ്നങ്ങളിൽ തളർന്നു പോയാൽ എങ്ങനെയാണ്, അതൊക്കെ അതിജീവിക്കണ്ടേ. ഇത്തരം ഉപദേശം കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുകയെ. ഇവിടെ ഉപദേശമാണോ ചേർത്ത് പിടിക്കലാണോ വേണ്ടത്? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വേദനകളിൽ ആശ്വാസവാക്കുകളല്ല, സഹായമാണ് ആവശ്യം. ചില ഇടപെടലുകൾ അവരെ വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ചേക്കാം. ഒരാൾ ഒപ്പമുണ്ടെന്ന് തോന്നലില്ലേ, അത് വലിയ കരുത്താണ്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.